നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസയും പാസ്പോർട്ടും കാലാവധി കഴിഞ്ഞും അസുഖബാധിതനായും ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന മലയാളിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ചാത്തന്നൂർ പൂതക്കുളം സ്വദേശി സന്തോഷാണ് ഒമാനിലെ ഇബ്രിക്ക് സമീപം മുഗ്നിയാത്തിൽ ഞായറാഴ്ച മരിച്ചത്. 1.5 വർഷത്തോളമായി കാലിൽ ആണി കയറി രോഗാണുബാധ ഉണ്ടായതിനെ തുടർന്ന് പ്രയാസം നേരിടുന്ന സന്തോഷ് പ്രദേശത്ത് പണി നടക്കുന്ന പള്ളിയോട് ചേർന്നുള്ള ഷെഡിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മുഗ്നിയാത്തിൽ ഹോട്ടൽ നടത്തുന്ന കുറ്റ്യാടി സ്വദേശി പ്രകാശൻ എത്തിച്ചു നൽകിയ ആഹാരം കഴിച്ചാണ് സന്തോഷ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത്. നിർമ്മാണ തൊഴിലാളിയായിരുന്ന സന്തോഷിന് അപകടം പറ്റിയെങ്കിലും ചികിത്സ കിട്ടിയിരുന്നില്ല. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായതോടെ ജീവിതം ദുരിതപൂർണമായി. പാസ്പോർട്ടും വിസയും കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിലേക്ക് മടങ്ങാനും അവസരമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പ്രകാശൻ ആഹാരവുമായി ചെന്നപ്പോൾ സന്തോഷ് ഏറെ ക്ഷീണിതനായിരുന്നു. അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തവെയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത്തരത്തിൽ നിരവധി പ്രവാസികളാണ് നാട്ടിലെത്താനാകാതെ യാതനകൾ നേരിട്ട് മരണഭയത്തോടെ ജീവിക്കുന്നത്. കൈത്താങ്ങാകാൻ ആരുണ്ടാകുമെന്ന ചോദ്യവും ബാക്കിയാകുന്നു. മരണഭയം കാർന്നു തിന്നുന്ന വേളയിലും ഒരു തരി പ്രതീക്ഷയുടെ കണിക നമ്മുടെ പ്രവാസികൾ സർക്കാരിൽ അർപ്പിക്കുന്നു. എന്നാൽ അവസരം മുതലെടുക്കുന്ന അധികാരികളും അവസരത്തിനൊത്ത് വാക്കുമാർന്ന സർക്കാരും പ്രവാസികളുടെ കണ്ണുനീർ കാണുമോ എന്നത് സംശയമായി തന്നെ നിൽക്കുന്നു. വന്ദേ ഭാരതിൽ ചെറിയ രീതിയിലെങ്കിലും അർഹരായ പ്രവാസികളെ അനുവദിക്കുന്നത് മാത്രമല്ല, സീറ്റ് കിട്ടിയാൽ അധിക നിരക്ക് ഈടാക്കി പ്രവാസികളെ പിഴിയുന്ന അവസ്ഥയുമുണ്ട്. ഈ മരണ വാർത്തകൾ ഇനിയും ഉണ്ടാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.